മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയിൽ നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും. അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് താഴെ ഒരു ടോ ഉണ്ട്, അതായത് ഒരു വലിയൊരു പോർഷൻ ഉണ്ട്, അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുകി വരും എന്നൊക്കെയാണ് പറയുന്നത്. ടു എൻ എക്സ്റ്റെന്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും, അത് റോഡായാലും ബ്രിഡ്ജ് ആയാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അക്കാലത്ത് ചെയ്ത അവരുടെ ഒരു നന്മയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് യെസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അതെല്ലാം സത്യമാണ്. ഇവിടെ ഇപ്പം നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ കമന്റ്സ്. പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ഇപ്പോൾ വെറൈറ്റി ആണല്ലോ, ഇന്ത്യ സ്നേഹം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? പ്രവാസി ആയതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അറിയാലോ. ഞങ്ങൾ 4 പേരുണ്ട്. ആക്ച്വലി പേര് സ്നേഹം പ്രൊഡക്ഷൻസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ബിജോ തട്ടിലാണ്. പിന്നെ അത് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോൾ അത് നമ്മുടെ നാട്ടിലാണ്, അതുകൊണ്ട് ഇന്ത്യ സ്നേഹം എന്നുള്ളൊരു പേരിലേക്ക് വരികയാണ് ചെയ്തത്.